സാർ, സംസ്ഥാനത്തിൻ്റെ ഊർജ്ജ മേഖലയിലെ നേട്ടങ്ങൾ കണക്കിലെടുത്ത് ഊർജ്ജ കാര്യക്ഷമതാ പദ്ധതികൾ, വൈദ്യുതി സുരക്ഷാ പരിപാടികൾ, ചെറുകിട ജലവൈദ്യുത പദ്ധതികളുടെ വികസനം, ഹരിത ഊർജ്ജം പ്രോത്സാഹിക്കുന്ന പദ്ധതികൾ എന്നിവയാണ് 26-27 ബജറ്റിൽ ഊന്നൽ നൽകുന്ന പ്രധാന മേഖലകൾ. ഊർജ്ജ മേഖലയുടെ വിഹിതം 1309.94 കോടി രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഇതിൽ ഊർജ്ജ മേഖല വികസനത്തിനായി KSEB വിവിധ ധനസ്രോതസ്സുകളിലൂടെ 1308.8 കോടി രൂപയും പാരമ്പര്യ രീതിയും പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾക്കായി 71.04 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. സാർ, KSEBയുടെ കീഴിൽ വരുന്ന വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി 1238.8 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന വിഹിതം നൽകുന്ന പദ്ധതികളിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം, സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കൽ, പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതികൾ എന്നീ 3 പുതിയ പദ്ധതികൾക്കായിട്ട് യഥാക്രമം 5 കോടി, 32.22 കോടിയും 5 കോടി രൂപയും വകയിരുത്തുന്നു. ബാഹ്യ സഹായ പദ്ധതികളായ എനർജി എഫിഷ്യൻസി ഇന്ത്യൻ ഗ്രിഡിനും ഗ്രീൻ എനർജി കോറിഡോർ 2 പദ്ധതിക്കായിട്ട് 150 കോടി വകയിരുത്തുന്നു. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെ സഹായിക്കുന്ന അനർട്ടിന് 53.18 കോടി. ഇനിയും വൈദ്യുതി പ്രതികരിക്കാൻ ബാക്കിയുള്ള ആദിവാസി ഊരുകളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ സൗരോർജ്ജ വൈദ്യുതീകരണ പദ്ധതിക്കായിട്ട് 7 കോടി രൂപ വെക്കുന്നു. സാർ, ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതിക്കായിട്ട് 7.18 കോടി വകയിരുത്തുന്നു. വൈദ്യുത സുരക്ഷാ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് 9.36 കോടി. മീറ്റർ ടെസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് ലബോറട്ടറിക്ക് 7.71 കോടി ഇങ്ങനെ എന്ന് വകയിരുത്തുന്നു. സാർ, വ്യവസായങ്ങളും ധാതുക്കളും. വ്യവസായ മേഖലയ്ക്കുള്ള ആകെ വിഹിതം 1417.26 കോടി രൂപയാണ്. ഇതിൽ മുൻവർഷത്തെക്കാളും 122.54 കോടി അധികമാണ്. ധാതുക്കൾക്ക് 82 കോടി, സാങ്കേതികവിദ്യയ്ക്കായി 548 കോടി ഉൾപ്പെടെ ആകെ വ്യവസായവും ധാതുക്കളും എന്ന മേഖലയ്ക്ക് 1973.51 കോടി രൂപ വഹിക്കുന്നു. മുൻവർഷത്തേക്കാൾ 154 കോടി രൂപ അധികമാണ്. സാർ, സംരംഭ വർഷത്തിൻ്റെ വികസന കാര്യങ്ങൾ വളരെ ആവേശകരമായിരുന്നു. MSME മേഖലയ്ക്ക് 310.84 കോടിയായിട്ട് വിഹിതം ഉയർത്തിയിട്ടുണ്ട്. സാർ, സംസ്ഥാനത്ത് ഇതിനോടകം 3.82 ലക്ഷത്തിലധികം സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിലൂടെ 25,227.53 കോടിയുടെ നിക്ഷേപം ആകർഷിച്ചു. 8.16 ലക്ഷത്തിന് ആളുകൾക്ക് ജോലി ലഭിച്ചു. സാർ, ഇതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി സൂക്ഷ്മ സംരംഭങ്ങളെ ചെറുകിട സംരംഭങ്ങളായും ചെറുകിട സംരംഭങ്ങളെ ഇടത്തരം സംരംഭങ്ങളായി ഉയർത്തുന്ന മിഷൻ 1000 പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. സാർ, ഈ പദ്ധതി കൂടുതൽ വിപുലീകരിക്കുന്നതിനായി 35 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സംസ്ഥാനത്തെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും മൂല്യവർദ്ധനവും മെച്ചപ്പെടുത്തുന്നതിനായി പ്രാദേശിക സർക്കാരുകളുമായി സഹകരിച്ച് ഗ്രാമീണ അപ്പാരൽ പാർക്കുകളും ഗ്രാമീണ മേഖലാധിഷ്ഠിത യൂണിറ്റുകളും ഇലക്ട്രോണിക് അസംബ്ലി പാർക്കുകളും സ്ഥാപിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. ഇത് നടപ്പ് സാമ്പത്തിക വർഷം ഈ പാർക്കുകൾക്ക് ഓരോന്നിനും 10 കോടി രൂപ വീതം മാറ്റിവെക്കുന്നു. സാർ, മിഷൻ 1 ലക്ഷം, മിഷൻ 1 ലാഖ് എന്ന പുതിയ പദ്ധതിക്കായി 4 കോടി രൂപ വകയിരുത്തുന്നു. സാർ, കഴിഞ്ഞ 4 വർഷത്തിൽ 3431 സംരംഭകർക്ക് മൂലധന സഹായമായി 203.56 കോടി രൂപ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ പദ്ധതികൾക്കുള്ള വർദ്ധിച്ച ആവശ്യകത കണക്കെടുത്ത് 110 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സംസ്ഥാനത്തെ വ്യാവസായിക ഭൂമിയുടെ ദൗർലഭ്യം പരിഗണിക്കുന്നതിനായി സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റുകൾ, ക്യാമ്പസ് വ്യവസായ പാർക്കുകൾ, സഹകരണ വ്യവസായ പാർക്കുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് പദ്ധതികൾ സംസ്ഥാന സർക്കാർ നിലവിൽ നടപ്പിലാക്കി വരികയാണ്. നിലവിലെ സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അംഗീകാരം നൽകുകയും അതിൽ 8 സ്വകാര്യ വ്യവസായ പാർക്കുകൾ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 38 സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. 2026-27 വർഷത്തേക്ക് പ്രവാസി വ്യവസായ പാർക്ക്, വനിതാ വ്യവസായ പാർക്ക്, പരമ്പരാഗത വ്യവസായ പാർക്ക് തുടങ്ങി പുതിയ ഘടകങ്ങൾ ഈ പദ്ധതിയിൽ ഏർപ്പെടുത്തുന്നതിന് സർക്കാർ ലക്ഷ്യമിടുന്നതിനായി 20 കോടി രൂപ വിഹിതം ഉയർത്തുന്നു. സാർ, തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പുതിയ പാർപ്പിട സൗകര്യങ്ങളുടെ നിർമ്മാണവും തൊഴിലാളികളുടെ നിലവിലുള്ള വീടുകളുടെ നവീകരണവും പദ്ധതിക്ക് ബജറ്റ് വിഹിതമായ 5 കോടി രൂപയും അധിക വിഹിതമായി 10 കോടി രൂപയും വകയിരുത്തുന്നു. പ്ലാൻ വിഹിതമായ 5 കോടി രൂപയും അധിക വിഹിതമായി 10 കോടി രൂപയും വകയിരുത്തുന്നു. സർ, PPP രീതിയിലൂടെ കേരള യൂണിവേഴ്സിറ്റി ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് എൻ്റർപ്രണർഷിപ്പ് എന്ന സ്ഥാപനം ആരംഭിക്കുന്നതിന് സർക്കാർ ലക്ഷ്യമിടുന്നു. ചെറുകിട വ്യവസായ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസന പരിപാടിക്കായി 39.45 കോടി രൂപ വകയിരുത്തുന്നു. സർ, നാനോ യൂണിറ്റുകൾക്കുള്ള മാർജിൻ മണി 17.06 കോടി രൂപ വകയിരുത്തുന്നു. സൂക്ഷ്മ ഇടത്തരം സംരംഭങ്ങൾക്കുള്ള പ്രത്യേക പാക്കേജിനായി 63 കോടി രൂപ. ഇടത്തരവും വലുതുമായ വ്യവസായങ്ങൾ. സർ, വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്കായി വ്യവസായ പാർക്ക് അധിഷ്ഠിത വികസന രീതിയാണ് സംസ്ഥാനം സ്വീകരിച്ചു വരുന്നത്. ഭൂമി ഏറ്റെടുത്ത് പുതിയ പാർക്കുകൾ സൃഷ്ടിക്കുന്നതിലും നിലവിലെ പാർക്കിലെ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇടത്തരം വ്യവസായ മേഖലയിൽ പ്രധാനമായും ലൈഫ് സയൻസ് പാർക്ക്, മെഡിക്കൽ ഡിവൈസ് പാർക്ക്, പെട്രോൾ കെമിക്കൽ പാർക്ക് എന്നിവയുടെ പൂർത്തീകരണത്തിനാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. സംയോജിത റൈസ് ടെക്നോളജിയുടെ പാർക്കുകളുടെ പൂർത്തീകരണത്തിന് ഊന്നൽ നൽകുന്നു. പൂർത്തീകരണത്തോട് അടുത്തിരിക്കുന്ന ഈ പ്രൊജക്റ്റുകൾക്ക് അധികമായി തുക വകയിരുത്തിയിട്ടുണ്ട്. കൊച്ചി ബാംഗ്ലൂർ ഇടനാഴിയുടെ ഭാഗമായുള്ള കൊച്ചി പാലക്കാട് ഹൈടെക് വ്യവസായ ഇടനാഴിയുടെ വികസനത്തിനായി ആകെ 1710 ഏക്കർ ഏറ്റെടുക്കേണ്ടതിൽ ഇതുവരെ 1350 ഏക്കർ വളരെ ചുരുങ്ങിയ സമയത്തിനകം ഏറ്റെടുത്തിട്ടുണ്ട്. സാർ, ഇടത്തരം വൻകിട വ്യവസായങ്ങൾക്ക് 853.74 കോടി വകയിരുത്തുന്നു. ഇതിൽ KSIDCക്ക് 146 കോടിയും
പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷനുള്ള 331 കോടിയും കിൻഫ്രയ്ക്ക് 363.81 കോടി ഉൾപ്പെടുന്നു. സാർ, വിഴിഞ്ഞം അന്താരാഷ്ട്ര വിവിധോദ്ദേശ ആഴക്കടൽ തുറമുഖത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി വരുന്ന വ്യവസായ ലോജിസ്റ്റിക് അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യങ്ങൾക്ക് 17 കോടി ഉയർത്തുന്നു. കൂടാതെ ഇതേ ആവശ്യത്തിന് കുറ്റിച്ചലിൽ 50 ഏക്കർ ഏറ്റെടുക്കുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനമായി 4 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഈ പദ്ധതിക്ക് കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാനായി കിൻഫ്രയ്ക്ക് ഗ്യാരണ്ടി നൽകി വായ്പ എടുത്ത് 1000 കോടി നിക്ഷേപിക്കുവാൻ പദ്ധതി തയ്യാറാക്കും. 100 കോടി രൂപ ഇതിനായി വകയിരുത്തും. നേരത്തെ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്ന കിഫ്ബി പദ്ധതിക്ക് പുറമെയാണ് സാർ ഇപ്പോൾ 1000 കോടി രൂപയുടെയും കൂടി ഒരു പദ്ധതി വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കുന്നത്. സാർ, 2 മിനി ഭക്ഷ്യ പാർക്കുകൾ കിൻഫ്ര മുഖേന ഇടുക്കിയിലെ ചെറുതോണിയിൽ മിനി ഭക്ഷ്യ പാർക്ക് സ്ഥാപിക്കുന്നതിന് 4 കോടി രൂപയും എറണാകുളത്ത് കുന്നുകരയിൽ മിനി ഭക്ഷ്യ പാർക്ക് സ്ഥാപിക്കുന്നതിന് 8 കോടി രൂപയും വകയിരുത്തുന്നു. കൊട്ടാരക്കരയിൽ പുതിയ ഇൻ്റഗ്രേറ്റഡ് IT കം ഇൻഡസ്ട്രിയൽ പാർക്ക് സ്ഥാപിക്കുന്നതിന് 10 കോടി രൂപയും കൊല്ലത്തെ വ്യവസായ പാർക്കിൻ്റെ വിപുലീകരണത്തിന് 10 കോടി രൂപയും വകയിരുത്തുന്നു. കിൻഫ്ര മുഖേന ഇത് നടപ്പിലാക്കുന്നതാണ്. കണ്ണൂരിൽ പുതിയ മൾട്ടി സെക്ടറൽ ലോജിസ്റ്റിക് സൗകര്യം സ്ഥാപിക്കുന്നതിന് 2.5 കോടി രൂപ വകയിരുത്തുന്നു. കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം എന്നീ ജില്ലകളിലെ 3 വ്യവസായ പാർക്കുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 9.5 കോടി രൂപ വകയിരുത്തുന്നു. 1 ഡിസ്ട്രിക്ട് 1 പ്രോഡക്റ്റ് എന്ന പദ്ധതിക്കായി 6 കോടി രൂപ വിലയിരുത്തുന്നു. സാർ, ലൈഫ് സയൻസ് പാർക്കിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 35 കോടി രൂപയും മെഡിക്കൽ ഡിവൈസ് പാർക്കിന് 30 കോടി രൂപയും വകയിരുത്തുന്നു.